മർറ ഇലൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയിലേക്ക് നടന്നുപോയി. വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോവുക. പള്ളിയിൽ പോയാൽ ഒതുകൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നമുക്ക് ഒതുകൊടുക്കാൻ സൗകര്യമുണ്ടോ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോകുന്നത് വലിയ കൂലിയാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും പള്ളിയിൽ ഒതുകൊടുക്കുന്നതിനേക്കാളും കൂലി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോകലാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഖുബാ പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൻ തതഹറ ഫീ ബൈതിഹി ثم أتى هذا المسجد فصلى فيه. വീട്ടിൽ നിന്ന് ഉളു എടുത്തിട്ട് റൂമിൽ നിന്ന് ഉളു എടുത്തിട്ട് മസ്ജിദ് ഖുബയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ ദുഹാ നിസ്കരിച്ചാൽ ഉംറയുടെ കൂലിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ നിന്ന് ഉളു എടുത്ത് വരിക. ഇവിടെയും അങ്ങനെയാ പറയുന്നത്, ഇദാ തതഹറ റജുലു ثم മർറ ഇലൽ മസ്ജിദ് യർഅ സ്വലാ, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കാരം ആഗ്രഹിച്ചുകൊണ്ടും പള്ളിയിലേക്ക് നടന്നുപോയി. മാ അഖ്റജഹു ഇല്ല സ്വലാ, നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് ആ പള്ളിയിലേക്ക്. കതബലഹു കാതിബുഹു, തോളിലിരിക്കുന്ന നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുണ്ടല്ലോ, റഖീബ് അലൈഹിസ്സലാം, നന്മ എഴുതുന്ന മലക്ക് ഓരോ കാൽവെപ്പിനും 10 ഹസനാത്തിൻ 10 നന്മകളായി രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഖാഇദു യർഅ സ്വലാ, നേരത്തെ എത്തി, ബാങ്ക് കൊടുക്കാൻ സമയമുണ്ട്, ഇഖാമത്തിന് സമയമുണ്ട്, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നതും വലിയ കൂലിയാണ്. അൽ ഖാഇദ്, ഇരിക്കുന്ന ആള്, കൽ ഖാനിതി യുക്തബു മിനൽ മുസല്ലീൻ, രാത്രി നിസ്കരിക്കുന്ന ആളുടെ കൂലിയാണ്. ഖിയാമുൽ ലൈലോ തഹജ്ജുദോ രാത്രി നിസ്കരിക്കുന്ന ഒരാളിന് കിട്ടുന്ന കൂലി നേരത്തെ പള്ളിയിൽ പോയി ഇഖാമത്ത് പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നാൽ കിട്ടുന്നു. അത് വെറുതെ ഇരിക്കുന്ന ഇരുത്തമല്ല, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലും കൂലിയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരെ രാത്രി നിസ്കരിച്ച കൂലി കിട്ടും. അത്രയും സമയം രാത്രിയിൽ നിസ്കരിച്ച കൂലി കിട്ടും നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവിടെ. അതുകൊണ്ട് ഇത്തരം ചില സുന്നത്തുകളൊക്കെ മത്റൂഖായ ആളുകൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന സുന്നത്തുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക ഈ റമളാനിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖസ്ലത്താൻ, 2 വിഷയം. ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കൊണ്ടു നടന്നാൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ വഹുമാ യസീർ, അത് വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഈ സ്വർഗ്ഗം ഉണ്ടെന്ന് പറയുമ്പോഴേ യൂട്യൂബുകാർ അപ്പം ക്യാപ്ഷൻ ഉണ്ടാക്കി വിടും, ദാ സ്വർഗ്ഗം കിട്ടാൻ ദാ ഇത്ര ചെയ്താൽ മതി എന്ന്. ഓരോർക്ക് ആളുകൾ കാണലേ ആവശ്യമുള്ളൂ. 5 വക്ത് നിസ്കരിക്കാത്ത ആൾ ഈ തസ്ബീഹ് ചൊല്ലി നടന്നാൽ സ്വർഗ്ഗം കിട്ടുമോ? സ്വർഗ്ഗം കിട്ടാൻ ഒരുപാട് പണിയില്ലേ. സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് നിസ്കാരം, നോമ്പും ഹജ്ജും സക്കാത്തൊക്കെ ചെയ്യണം. ചതി ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യരുത്, അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുകയും വേണം. പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫദീലത്തുള്ള ദിക്റും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ അതിന് ശേഷം വരുന്നതാണ്. ഇപ്പോൾ ഒരു നിസ്കാരം ചെയ്യാത്ത ആളുകൾ ഈ ക്യാപ്ഷൻ കാണും, ഇത് ചെയ്താൽ നിങ്ങളെ കാര്യം നടക്കും. അങ്ങനെ സംഭവമൊന്നുമില്ല. അള്ളാഹുവിന് മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചില കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. ആ പറഞ്ഞ പോലെ ജീവിക്കുന്ന ആൾ ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടും. അല്ലാതെ നിസ്കാരമില്ല, നോമ്പുമില്ല, ഈ ദിക്ർ ചൊല്ലി നടന്നാൽ കിട്ടുമോ? അതുകൊണ്ട് ഈ ചില ടൈറ്റിൽ ഭയങ്കര വിറ്റാണ്. ടൈറ്റിലാണ് കണ്ടാൽ വിചാരിച്ച ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ വിഷയം ഉണ്ടാവില്ല, ആ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അവർക്ക് അത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, തോണ്ടണം, ഒന്ന് ക്ലിക്ക് ചെയ്യണം, അപ്പോൾ അതിന് പൈസ കിട്ടും. ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക, ഇതാണ് ഇപ്പം നടക്കുന്ന പരിപാടി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് ആ ഒരു ക്യാപ്ഷൻ വെക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഇതൊക്കെ വരും, നാളെ വരും ചിലപ്പോൾ. 2 കാര്യം ചെയ്താൽ സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പോൾ നോമ്പ് നിസ്കാരമൊന്നും ഇല്ലാതെ ഇത് പോയിട്ട് ചെല്ലാൻ നിൽക്കും. അങ്ങനെയല്ല, നിസ്കാരവും നോമ്പും അള്ളാഹു പറഞ്ഞ എല്ലാ റുക്നുകളും ഫർളുകളും എടുക്കുകയും അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് ഇളാഫത്തൻ അലാ ദാലിക്, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നന്മക്കാണ് ഈ കൂലിയൊക്കെ. ഖസ്ലത്താനി, 2 ഗുണങ്ങൾ. ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, അത് നിരന്തരം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. എന്താ ഈ നിരന്തരം എന്ന് പറഞ്ഞാൽ? നമ്മൾ അറിഞ്ഞേടം മുതൽ, മറന്നുപോയാൽ ഓർമ്മ വന്നേടം മുതൽ തുടരുക എന്നല്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ. വി കനോട്ട് ട്രാവൽ ബാക്ക് ഇൻ ടൈം, നമുക്കത് സാധ്യമല്ല. നമുക്ക് അറിഞ്ഞയിടം മുതൽ, അറിവ് കിട്ടിയിടം മുതൽ അത് കൊണ്ട് നടക്കണം. വമയ്യഅമലു ബിഹിമാ ഖലീൽ അലാ വഹുമാ യസീർ, ഇത് 2 വളരെ എളുപ്പമാണ്. വമൻ യഅമലു ബിഹിമാ ഖലീൽ, ഇത് 2 കൊണ്ട് നടക്കുന്നവർ കുറച്ചേ ഉള്ളൂ. കുറച്ചാളുകളെ ഇത് സ്ഥിരം ചെയ്യുന്നുണ്ടാവുള്ളൂ. യുസബ്ബിഹുല്ലാഹ ഫീ കുല്ലി ദുബുരി സ്വലാത്തിൻ 10, യുസബ്ബിഹുല്ലാഹ ഫീ കുല്ലി ദുബുരി സ്വലാത്തിൻ 10, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും 10 തവണ സുബ്ഹാനല്ലാഹ്
33 ചൊല്ലണം എന്നാണ്. 33 പറ്റാത്ത ഒരാൾ 10 ചെയ്യണം എന്നാണ് പറഞ്ഞത്. 33 ചുരുക്കി 10 ആക്കിയിട്ട 33 തന്നെ ചൊല്ലണം, അതിനാണ് കൂലി. 33-നാണ് പ്രതിഫലം, ഇതിനും കൂലിയാണ്. 10 ഇത്ര ഉണ്ടെങ്കിൽ 33 എത്രയായിരിക്കും? യുസബ്ബിഹുല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മിദുഹു 10, 10 തവണ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നത്. വയുകബ്ബിറുഹു 10, 10 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത്. ഫദാലിക 50 വ100 ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് 150 ആണ്. 150 അല്ലേ? നാവ് കൊണ്ട് 150 എങ്ങനെ? 5 വക്ത് നിസ്കാരത്തിൽ കൂട്ടി നോക്കി അല്ലേ? 3 5 15 0 150. ഓരോ നിസ്കാരം കഴിഞ്ഞാലും 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ. നമ്മൾ തിരക്ക് പിടിച്ച് ഓടുകയാണ്, മിനിമം അത്രയെങ്കിലും അവിടെ ഇരുന്നിട്ട് ചൊല്ലുക. അതിനാകെ 1 മിനിറ്റ് വേണ്ട, അത്രയേ വേണ്ടു. 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നാവ് കൊണ്ട് അത് 150 ആവുന്നുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തത് വലിയ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. വയുകബ്ബിറു 34 ഇദാ അഖദ മദ്ജിഅഹ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലുന്നത്. വയഹ്മിദു 33, 33 അൽഹംദുലില്ലാഹി വയുസബ്ബിഹു 33, 33 സുബ്ഹാനല്ലാഹ്. അപ്പോൾ സുബ്ഹാനല്ലാഹ് ആദ്യം പറയാം, പിന്നെ അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് 33 ഉറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. അത് വിരൽ കൊണ്ട് അടയാളം വെച്ചിട്ട് തന്നെ ചൊല്ലുക. എണ്ണം പഴക്കരുത്. നമ്മൾ പറയാറുണ്ട് എണ്ണം കൂടുക കുറയുക എന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കണക്കാണത്. ഈ ലോക്ക് ചാവി തിരിക്കണ പോലെ, അതിൻ്റെ പല്ല് പോലെ, വെറുതെ രസത്തിനൊരു പല്ല് ഏറിട്ടാവും, അത് തുറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കണക്ക് അല്ല പറഞ്ഞ കണക്ക് തന്നെ നിൽക്കണം എന്നാണ്. അപ്പോഴാണ് അത് മിഫ്താഹായി മാറുള്ളൂ. നീ തെറ്റിപ്പോയി അതിന് പ്രശ്നമില്ല, പക്ഷെ ശ്രദ്ധിക്കണം. 33 തന്നെ, 34 ആയാലും 34. അങ്ങനെ ചൊല്ലുന്ന ആളുകൾ കുറവാണ്. ഇത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ. ഉറങ്ങാൻ കിടക്കും, പിന്നെ ഏതായാലും തിരക്കൊന്നുമില്ലല്ലോ. 33 തന്നെ ചൊല്ലും. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇത് ചൊല്ലുന്നവർ, ഇത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യം എങ്ങനെയാണ്? നിങ്ങൾ ആർക്കെങ്കിലും 2500 നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? 2500 തിന്മയൊന്നും ഇപ്പോൾ ആരും ചെയ്യൂലല്ലോ. 2500 നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കൊച്ചു കൊച്ചു അമലുകൾ, നമുക്ക് വലിയ പ്രയാസമുള്ളൊന്നും ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി നാട്ടിലത്തെ അവസ്ഥയിൽ നോക്കിയാൽ ചൂടൊക്കെ കുറഞ്ഞ കാലാവസ്ഥയാണ്. നോമ്പ് നോൽക്കാൻ പ്രയാസമുള്ള ആളുകൾ, നോമ്പ് എടുക്കാൻ പറ്റാത്ത അസുഖമുള്ളവർ സാധിക്കുമെങ്കിൽ ഖളാ വീട്ടും. അത് ഖളാ വീട്ടുന്നത് സ്വാഭാവികമായും തണുപ്പ് കാലത്തായിരിക്കും. തണുപ്പ് കാലത്ത് നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സൗമു ഫിശ്ശിതാഇ അൽ ഗനീമത്തുൽ ബാരിദ. തണുപ്പ് കാലത്ത് ധാരാളം നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നോമ്പെടുക്കുക. കാരണം അൽ ഗനീമത്തുൽ ബാരിദ, തണുപ്പ് കാലത്ത് തണുപ്പാണല്ലോ, തണുപ്പിൽ കിട്ടുന്ന ഗനീമത്ത് സ്വത്താണ് തണുപ്പ് കാലത്ത് നോമ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തണുപ്പ് കാലത്തൊരു ഗനീമത്ത് സ്വത്ത്. കാരണം സൂര്യൻ്റെ വെളിച്ചമില്ല, ചൂടില്ല, ദാഹമില്ല, സമയം വളരെ കുറവാണ്. ഒരു 10 മണിക്കൂർ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, 8-9 മണിക്കൂർ 10 മണിക്കൂർ ആകുമ്പോഴേക്കും അന്ന് രാത്രിയായി കിട്ടും. അത്രയും, അതിലും കുറഞ്ഞ നാടുകളുണ്ട്. 5, 6, 7 മണിക്കൂർ കൊണ്ട് രാത്രിയാവുന്ന നാടുകളുണ്ട്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് സുന്നത്ത് നോമ്പ് ധാരാളം വർദ്ധിപ്പിക്കാം. അള്ളാഹു വീട്ടാനുള്ള ആളുകൾ ഇനി ഇപ്പം വെച്ചിട്ട് ചിലരൊക്കെ എൻ്റെ 6 പോയിരുന്നല്ലോ എന്ന്, അത് കഴിഞ്ഞ് മുത്ത് കൊടുക്കണം. ഒരു കൊല്ലം ഡിലേ ആക്കി കഴിഞ്ഞാൽ ഓരോ നോമ്പിനും മുത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, തണുപ്പ് കാലത്ത് നിർബന്ധമായും ഇതുപോലെയുള്ള ഖളാ വീട്ടാനുള്ളത് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകളൊക്കെ തണുപ്പ് കാലത്തേക്ക് നീട്ടിവെച്ചാലും പ്രയാസമൊന്നുമില്ല. തങ്ങൾ പറഞ്ഞു അതൊരു ഗനീമത്താണ്, അതൊരു തണുത്ത ഗനീമത്താണ് എന്ന് പുണ്യ നബി പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ KMCC പ്രവർത്തകന്മാരിയ്ക്കുന്നുണ്ട്, ഇവിടെ വ്യക്കായ വളണ്ടിയർമാരിയ്ക്കുന്നുണ്ട്, ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹല്ലുകളുണ്ട്, സംഘടനകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്താണ്. ഹദീസ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരണം. ഇതൊരു മോട്ടിവേഷനോ നിങ്ങൾക്കൊരു ഊർജമോ ആണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അൻഫഉഹും, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ.
നിങ്ങൾക്കൊരു പക്ഷേ തടി കൊണ്ട്, സമയം കൊണ്ട്, വാക്കുകൊണ്ട്, ആശ്വസിപ്പിക്കൽ കൊണ്ട് നിങ്ങൾക്ക് ആൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയേക്കും. പറ്റുന്ന രീതിയിൽ ഉപകാരങ്ങൾ ചെയ്യുക. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് എന്താണെന്ന് ചോദിച്ചാൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിന് സന്തോഷം കൊടുക്കലാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് സന്തോഷം കൊടുക്കുക. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ സത്താർ ശരിക്കുണ്ട്. അപ്പോൾ ജോലി ഉള്ള ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്യുക? ജോലി ഉള്ള ആളുകൾ ജോലി ഉണ്ട് എന്ന വിഷയം അറിയിക്കുക. നമുക്ക് ഡെസ്കിൽ ഇവിടെ പറഞ്ഞാൽ മുഞ്ഞത് വായിക്കും. ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുക, ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുക, നമുക്കറിയാവുന്ന കണക്ഷനുകളൊക്കെ ഉപയോഗിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ ജോലി ഇല്ലാതെ, ജോലി വിഷമിച്ച്, ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പരിശുദ്ധ രാത്രിയുടെയും വരാനുള്ള റമദാനിൻ്റെയും ബറക്കത്ത് കൊണ്ട് ഹൈറായ റിസ്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹൈറായ റിസ്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹൈറായ റിസ്ക് അള്ളാഹു നൽകട്ടെ. കാരണം അതൊരു വിഷമമാണ്. നമ്മുടെ മുമ്പിൽ ഇരുളടയുന്നൊരു പോലെ തോന്നും. പടച്ചവനെ, എൻ്റെ വരുമാനം നിന്നുപോയല്ലോ, ഞാൻ എന്താ ചെയ്യുക? അത് മനുഷ്യന് വലിയ ടെൻഷൻ ഉണ്ടാക്കും. നിസ്കാരത്തിൽ ശ്രദ്ധ വരില്ല, ഇബാദത്തിന് ആസ്വാദനം ഉണ്ടാവില്ല. ഇനി ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ ബേജാറായിരിക്കും. പടച്ചവനെ, നാളെ പിന്നെ ഇൻ്റർവ്യൂക്ക് വിളിച്ചാൽ ഞാൻ എന്താവും? എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവുമോ? ഇങ്ങനെയൊക്കെ വലിയ ടെൻഷൻ. ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയത്തൊരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ ഫയലും പിടിച്ച് നടക്കുന്നൊരു കാലം അല്ലേ? അത് വല്ലാത്ത ടെൻഷനുള്ള കാലമാണ്. ആളുകളെ സഹായിക്കണം. അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അൻഫഉഹും, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഈ റമദാനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുക. എല്ലാ മനുഷ്യന്മാർക്കും ആശ്വാസം നൽകിയാലും കൂലി കിട്ടും. പ്രത്യേകിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അവർക്ക് നിങ്ങൾ നൽകുന്ന ആശ്വാസത്തിന് വലിയ പ്രതിഫലമാണ്. ഔ തക്ഷിഫു അൻഹു ഖുർബ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിഷമം നിങ്ങൾ നീക്കിക്കൊടുക്കുക. ഔ തഖ്ദി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവരുടെ കടം നിങ്ങൾ വീട്ടിക്കൊടുക്കുക. കടം കൊണ്ട് പ്രയാസപ്പെടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ കടം വിടാനുള്ള സഹായം ചെയ്തു കൊടുക്കുക. ഔ തത്റുദു അൻഹു ജൂഅൻ, വിശക്കുന്ന ആളാണ്, അവർക്ക് വിശപ്പ് അടക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുക. മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ കണ്ടില്ല, ഈ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറയും. ചിലത് സത്യമായിരിക്കും, ചിലത് കളവായിരിക്കും. ഇത് ഏതാണ് ജെന്യൂന്, ഏതാണ് സത്യം, നമുക്കത് നോക്കി പരിശോധിക്കാനൊന്നും കഴിയില്ലല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്കത് ജെന്യൂനാണെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് ഒന്നുകിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കുക. അതിന് അള്ളാഹു കൂലി തരും. നമുക്കത് ആഴത്തിലിറങ്ങി സ്ക്രൂട്ടിനി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തോന്നുന്ന ഒരു കോമൺ സെൻസ് കൊണ്ട് ജഡ്ജ് ചെയ്യാം. അത് പറ്റിക്കാണോ അല്ലേ? പറ്റിക്കാണോ തോന്നിയാൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് മക്കത്ത് നിന്ന് ജിദ്ദയിലേക്ക് വരുമ്പോൾ 2 വർഷമല്ല 4-5 കൊല്ലമായി, കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ഒരു ചെറിയ ചെറുപ്പക്കാരൻ ചെക്കൻ, ഒരു 10-16 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി, എൻ്റെ കൂടെ കുഞ്ഞുമാക്കുണ്ട്, കാക്കിയ KMCCയുടെ പ്രസിഡന്റ് സൗദിയിലെ. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു യമനി പയ്യനായിരുന്നു അത്. അപ്പോൾ എന്തോ വിശക്കുന്നുണ്ട്, ഉമ്മ അവിടെയാണ്, വാപ്പ അവിടെയാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുമാക്ക നമുക്ക് എന്തെങ്കിലും സഹായിക്കണ്ടേ ചെറുക്കനെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ്, ഇതിവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്, ഈ പമ്പിൽ സ്ഥിരം കാണാറുണ്ട് ഇവനെ. ഞാൻ പറഞ്ഞു, അഥവാ അവന് ഇന്ന് വിശന്നതാണെങ്കിലോ നമുക്കൊന്ന് സഹായിക്കണ്ടേന്ന്. അങ്ങനെ വണ്ടി നിർത്തി, ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവാണ്. വണ്ടി നിർത്തി, ഇവനെ കൈ പിടിച്ചു കൊണ്ടുപോയി. പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? പക്ഷെ നിനക്ക് ആവശ്യമുള്ള ഒരു ഗ്രോസറി ഉണ്ട്, അവിടെ പമ്പിൻ്റെ അടുത്തൊരു ഗ്രോസറി ഉണ്ട്, അവിടെ കയറ്റി കൊണ്ടുപോയി നിനക്ക് വിശപ്പടക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്നാ നീ വാങ്ങിക്കോ. അപ്പം ഇവൻ ഒരു ചാക്കാരി, 5 കിലോ നെയ്യ്, റഹ്മാനായ റബ്ബേ, ഒരു ലോഡ് സാധനം. എന്തിനാ വാങ്ങിക്കുന്ന അറിയാം? ഇത് കച്ചവടക്കാരനെ മറിച്ച് വെക്കാനാണ് ചെയ്യണത്. അപ്പോൾ കുഞ്ഞുമോ പറഞ്ഞു, ഉസ്താദ് ഇപ്പം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്, ഇത് ഇവൻ്റെ ആവശ്യമല്ല, ഇത് പറ്റിക്കലാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. കാരണം അത് ജെന്യൂൻ അല്ല എന്ന് മനസ്സിലായി. അവനവിടെ ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാധനം ഇവിടുന്ന് വാങ്ങിച്ചെന്നാൽ മതി എന്ന് പറയും. എന്നാൽ 1 കിലോ 2 കിലോ ഒന്നല്ല, അങ്ങോട്ട് വാങ്ങിക്കൂട്ടാണ്. ഒരുപാടോ ട്രോളി നിറച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ കോഫി വാങ്ങിക്കാനോ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ലോഡ് നിറയെ സാധനം, ട്രോളി നിറയെ സാധനം, ഒരു ഗ്രോസറിന്ന്. അപ്പോൾ പറയാം, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റൂല, നമുക്കറിയാം. അപ്പോൾ ആളുകൾ പല നിലക്കാണ്, ഇവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ. ചിലർ പേഴ്സ് പോയി എന്നൊക്കെ പറയും. നല്ല അടിപൊളി മിനി കൂപ്പർ കാറിലൊക്കെ വന്നിട്ടക്കാരം പറയാം പെട്രോൾ എടുക്കാൻ പൈസ ഇല്ല. ചിലപ്പോൾ പച്ച നുണയായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും. നമുക്കറിയാൻ പറ്റുമോ? നമുക്കറിയാൻ പറ്റൂലല്ലോ. അറിയുമോ? നമ്മൾ വഞ്ചനയെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ചെയ്യരുത്. അതവരെ തിന്മയെ പ്രോത്സാഹിപ്പിക്കലാണ്. യാചനയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ UAE പ്രത്യേകിച്ചും പാടില്ലെന്ന. യാചനയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന്. ഒരു യാചകൻ എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് കേസാവും.
അതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്കല്ലാതെ അറിയുന്ന ജെന്യുവിൻ കേസുകളുണ്ടോ, വിഷമിക്കുന്ന ആളുകളുണ്ടോ, റൂമിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടോ, അവർ നിങ്ങളെ സഹായിക്കുക. റോഡിലൂടെ നമ്മളിത് സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ യാചനയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അത് രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ ഒരാളും പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. ഇവർക്ക് എത്രയോ നാട്ടുകാരാണെങ്കിലും വിദേശികളാണെങ്കിലും അതിൻ്റെയൊക്കെ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നാടിന് ചീത്തപ്പേരുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്, നമ്മളും അതിൻ്റെ ഭാഗമാവരുത്. പക്ഷേ നമ്മൾ അറിയുന്ന കേസുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ വ്യക്തിപരമായി സഹായിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല അൻ അംശിയ മഅ അഖിൽ മുസ്ലിം. ഞാൻ അവസാനിപ്പിക്കാൻ, ഒരു മുസ്ലിമായ എൻ്റെ സഹോദരൻ്റെ കൂടെ ഞാൻ അവരുടെ ആവശ്യം ഫീ ഹാജതിഹി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ ഞാൻ അവരുടെ കൂടെ നടക്കുന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ബിൽ മസ്ജിദ് ശഹറാ, എൻ്റെ ഈ പള്ളിയിൽ ഒരു മാസം ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ വിഷമം തീർക്കാൻ അയാളുടെ കൂടെ നടക്കലാണ്. കൂടെ നടന്നാൽ പള്ളിയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ പള്ളിയിലിരിക്കുന്ന ഇഅ്തികാഫിനേക്കാൾ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് ഒരാളുടെ വിഷമം തീർത്തു കൊടുക്കാൻ വേണ്ടി കൂടെ നടക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി നിങ്ങളുടെ പള്ളി, അതിലെ കൂലി എത്ര? ഒരു നിസ്കാരത്തിന് എത്രയാ കൂലി? 1000 കൂലിയാണ്. വളരെ പവിത്രമായ അള്ളാഹുവിൻ്റെ മസ്ജിദ്, നമ്മുടെ മസാജിദ് സലാസയിലെ 2ാം സ്ഥാനമുള്ള മസ്ജിദ്, ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാമുഖ്യം കൊടുത്തത് പ്രയാസമുള്ള ആളുകൾ, രോഗികൾ, കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, ഇവർക്ക് വേണ്ടിയൊക്കെ സഹായിക്കാനോ ഫണ്ട് ശേഖരിക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനോ നിങ്ങൾ നടക്കുന്നതും ഓടുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ ഇഅ്തികാഫിനേക്കാളും വലിയ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത്. അത് വലുതാണ്. ആ നന്മ ഒരുപക്ഷെ അടുത്തൊരു തലമുറയിൽ ഉണ്ടാവും, നമുക്കറിയില്ല. നമ്മുടെ ഈ തലമുറയിലുണ്ട് അൽഹംദുലില്ലാ. ഒരു വിഷമം വരുമ്പോൾ അത് വയനാട്ടിലെ ദുരന്തമാണെങ്കിലും, നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കമാണെങ്കിലും, കൊറോണയാണെങ്കിലും, ഫ്ലൈറ്റ് ക്രാഷ് ചെയ്ത സമയത്തുള്ള ആ ദുരന്തമാണെങ്കിലും, എവിടെയും ആളുകൾ ഓടിച്ചെന്ന് സഹായിക്കാൻ കാണിക്കുന്ന ഒരു സന്മനസ്സുണ്ടല്ലോ. ഇതൊരു പക്ഷേ ഈ ഗെയിം കളിച്ച് നടക്കുന്ന മക്കളൊന്നും അടുത്തൊരു തലമുറ ഇതിനൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കൊന്നും ആ കാലത്തതൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനസേവനം, പുറത്തു നടന്ന് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ ഒരു അവസരമുണ്ടായത് കൊണ്ടാണ് പൊതുപ്രവർത്തകരായി മാറാൻ കഴിയുക. ഇത് റൂമിൽ നിന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്ന മക്കൾക്ക് എന്ത് പൊതുപ്രവർത്തനം? അവർക്ക് എന്ത് നാട്, എന്താ നാട്ടുകാർ, എന്ത് വിഷമം? അവർക്ക് ബർഗർ കിട്ടുന്നുണ്ടോ, അവരുദ്ദേശിച്ച സാധനം കിട്ടുന്നുണ്ടോ? അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് ഈ നന്മ കിട്ടണം. നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം ചാരിറ്റികളിൽ കൂടെ കൊണ്ടുപോകണം. നമ്മൾ കൊടുക്കുന്ന പൈസ മക്കളുടെ കൈ കൊണ്ട് കൊടുപ്പിക്കുക. അവരറിയട്ടെ, ദാനത്തിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മധുരവും അവരറിയണം, അവരറിയിപ്പിക്കണം. അതുകൊണ്ട് വലിയൊരു നന്മ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ അള്ളാഹു നൽകുന്ന ഇത്രയും വലിയ നിഅമത്ത്, ആയിരക്കണക്കിന് മദ്രസകളും 100കണക്കിന് അറബി കോളേജുകളും മഹല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം കൊണ്ടാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫضل അള്ളാഹു നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ കാവലുണ്ട്. ഈ കാവൽ അള്ളാഹുവിനെ എടുത്തു കളയുമോ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ നന്മക്ക് അള്ളാഹു നൽകുന്ന ഒരു കാവലാണത്. അത് നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറത. നിങ്ങളുടെ ന്യൂനത നിങ്ങൾക്ക് മറച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരും അറിയരുത് നിങ്ങളുടെ ന്യൂനത എന്നാഗ്രഹമുണ്ടെങ്കിൽ, മൻ കഫ ഗളബഹു, മനുഷ്യന് തോന്നുന്ന ദേഷ്യവും ഈർഷ്യതയും നമ്മുടെ ഹോട്ട് ടെമ്പറും കൺട്രോൾ ചെയ്യണം. ദേഷ്യം കടിച്ചിറക്കണം. ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. ദേഷ്യപ്പെട്ട് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യരുത്. ദേഷ്യപ്പെട്ട് കമ്മിറ്റി കൂടാണ്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. മൻ സതറ ഗളബ, ആരെങ്കിലും മൻ കഫ ഗളബഹു സതറ അല്ലാഹു ഔറത, ആരെങ്കിലും അവനവന്റെ ദേഷ്യത്തെ കടിച്ചിറക്കിയാൽ. എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. പക്ഷെ അത് ഒച്ചപ്പാടും മേശമെന്നാൽ അടിയടിച്ചിട്ടും ക്ലാസ് എറിഞ്ഞിട്ടും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരാണ്, മനസ്സിലാവുന്ന ആളുകളാണ്. ആ കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ ദേഷ്യപ്പെടരുത്, വിക്ഷോഭിതരാവരുത്. അത് മനുഷ്യന്റെ ഒരു ന്യൂനതയാണ്. മനുഷ്യൻ ദുർബലനാണ്. ആ ദേഷ്യപ്പെടുന്ന ആൾ ദുർബലനാണ് എന്നാണ് ആ കാര്യത്തിൻ്റെ അർത്ഥം. ദേഷ്യപ്പെടുമ്പോൾ അങ്ങോട്ട് ആകെ തിന്നാൻ വരുന്ന പോലെയൊക്കെ കാണിക്കുക. വിശന്ന് തിന്നാൻ വരുന്ന പോലെ, നിന്നെ ഞാൻ തിന്നു എന്നൊക്കെ തോന്നുന്ന പോലെ ആ കണ്ണും മുഖവും കയ്യും കാലും കണ്ടാൽ എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? മക്കളോടാണെങ്കിൽ പോലും നമ്മൾ ഫേമായിട്ട് സംസാരിക്കുക. കാര്യങ്ങളെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, ആ വിഷയം പറയുക. നമ്മുടെ അതിർത്തി നമ്മൾ രേഖപ്പെടുത്തുക. അത് വെച്ചിട്ട് ചങ്ക് പൊട്ടിച്ച് വെച്ചുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മക്കൾ പോലും നമ്മളെ വിലയിരുത്തും.
വാപ്പാക്ക് മനസ്സിന് ആരോഗ്യമില്ല, ആൾ വീക്കാണെന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കേണ്ട. അധ്യാപകർ പ്രത്യേകിച്ചും അധ്യാപനം ചെയ്യുന്ന ആളുകൾ ക്ഷമിച്ചേ പറ്റൂ. ദേഷ്യം കടിച്ചിറക്കുന്നവർക്ക് അള്ളാഹു അവരുടെ രഹസ്യങ്ങളെ അള്ളാഹു മറച്ചുവെക്കും, ന്യൂനതകളെ അള്ളാഹു മറച്ചുവെക്കും. വമൻ ഖലമ ഗൈലൻ വലൗ ശാഅ അൻ യംദിയഹു അംളാഹ്. പകരം വീട്ടാൻ കഴിയുമായിരുന്ന ഒരാൾ, ഇങ്ങോട്ട് ഒരാൾ എന്തെങ്കിലും ദുൽമ ചെയ്തു, അവർക്ക് അതേപോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരാൾ അത് ചെയ്യാതിരുന്നാൽ മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അള്ളാഹു അവരുടെ ഹൃദയത്തിന് പടച്ചതമ്പുരാന്റെ പൊരുത്തം അള്ളാഹു ഖൽബ് നിറയെ കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിച്ചു, നമുക്കും അതുപോലെ തിരിച്ചധിക്ഷേപിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്തില്ല എങ്കിൽ അള്ളാഹു നാളെ നമ്മുടെ ഖൽബിന് പടച്ചവന്റെ പൊരുത്തം തരുന്ന, അതല്ലേ നമുക്ക് വേണ്ടത്. ഇത്രയും വലിയ നന്മയാണ് നമ്മുടെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കാൻ വന്ന റസൂലാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഹബീബിൻ്റെ മേൽ സ്വലാത്ത്, അവിടെ തഹ്ലു ബൈത്തിനും സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു ഹബീബിൻ്റെ ഷഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമായി സാക്ഷി നിർത്തുകയും റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും, ശുദ്ധ ബദരീങ്ങൾ ആണ്ട് വരുന്നുണ്ട്, 17-ാം ദിവസം ലൈലത്തുൽ ഖദർ അവസാനത്തെ രാവുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ അവലും നടുവിലത്തേതും അവസാനത്തേതും 10കളൊക്കെ വളരെ പുണ്യമായ ദിനരാവുകളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് അള്ളാഹു നമുക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് തവണ ഖത്മ് ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. ഖുർആനിൻ്റെ മാസമാണിത്. അതുകൊണ്ട് നമ്മുടെ ബാക്കി എല്ലാ വാറോളകളും ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ കലാമിന് വേണ്ടി സമയം ചെലവഴിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസുണ്ട് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم അവിടെ ഉണ്ടല്ലോ ഹദീസ്, من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه متفق عليه. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും 2 ഇമാമമാരും ഉദ്ധരിച്ച ഹദീസാണ്. മൻ ഖാമ റമദാന, ആരെങ്കിലും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ, ഖാമ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്, ശരിക്കത് ഖിയാമുൽ ലൈലാണ്, രാത്രി നിസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുൽ വിശ്വസിച്ചുകൊണ്ടും, അതാണ് ഈമാൻ. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നതിനർത്ഥം. അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെടും, മാ തഖദ്ദമ, കഴിഞ്ഞുപോയത്, മിൻ ദംബിഹി, തൻ്റെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയതൊക്കെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال حق المسلم على المسلم 5 حق المسلم على المسلم. ഈ അല എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണോ ബാധ്യതയാവുന്നത് അയാളുടെ തൊട്ട് മുമ്പാണ് അല എന്ന് കൊടുക്കുക. ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയായി ഒരു മുസ്ലിമിന് ഹക്കായ കാര്യം, ഒരു മുസ്ലിമിൻ്റെ അവകാശം, അത് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയാണ്. അലൽ മുസ്ലിം, അല എന്ന് പറഞ്ഞ ഒരാളുടെ മേൽ, അയാളുടെ മേലിൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളാണോ, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണോ, ഞാൻ മുസ്ലിം അല്ല എന്നൊന്നും അയാൾ പറയാത്ത ആളാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളാണോ, മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ആളാണോ, അവരൊക്കെ നമ്മൾ മുസ്ലിമീങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇത് വിശ്വസിക്കുന്നവരൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് അങ്ങനത്തെവർക്ക് വകവെച്ചു കൊടുക്കേണ്ടത് 5 എണ്ണമാണ്. റദ്ദുസ്സലാം, സലാം മടക്കണം. ഒരു മുസ്ലിമായ ആൾ നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം മടക്കണം. വഇയാദത്തുൽ മരീദ്, രോഗിയായാൽ ആ ഒരു മുസ്ലിം രോഗിയാണെങ്കിൽ അവരെ പോയി സന്ദർശിക്കണം. വത്തിബാഉൽ ജനായിസ്, മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസയുടെ കൂടെ പോകണം. വ ഇജാബത്തു ദഅവ, അവർ നിങ്ങളെ ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചാൽ, അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ, ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണം തന്നാൽ, ഇജാബത്തു ദഅവ, ആ ക്ഷണത്തിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉത്തരം കൊടുക്കണം. വതസ്മീതുൽ ആതുസി, ഒരു മുസ്ലിമായ ആൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. നോക്കണേ, ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയിൽ എണ്ണിയ കാര്യമാണിത്. അപ്പോൾ തുമ്മൽ ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഒരാൾ തുമ്മിയിട്ട് മിണ്ടാതിരുന്നപ്പോൾ അബ്ദുല്ലാഹി മുബാറക് എന്നിവർ ചോദിക്കുകയാണ്, ഒരാൾ തുമ്മി, അപ്പോൾ തുമ്മിയ ഓട്ടോമാറ്റിക് അൽഹംദുലില്ലാ എന്ന് പറയുമല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കുശു തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറയാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾ കുശു പറയാൻ തുടങ്ങിയപ്പോൾ അബ്ദുല്ലാഹി മുബാറക് എന്നവരാളെ വിളിച്ചിട്ട് ചോദിച്ചു, തുമ്മിയാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ.
മൂപ്പരെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയൽ അയാൾക്ക് സുന്നത്താണ്. പക്ഷെ അയാളത് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ പറയൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ട് പറയൽ സുന്നത്താണ്. ഒരാൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ കുറ്റമൊന്നുമില്ല. പക്ഷെ പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ മുഖം കറുപ്പിച്ച് പോരുത്, ഇപ്പം മറ്റേ പാർട്ടി ഇതാണ് അതൊന്ന് പറയാൻ നിൽക്കരുത്. റദ്ദുസ്സലാം, ഇയാദത്തുൽ മരീദ്, വത്തിബാഉൽ ജനായിസ്, ഇജാബത്തുദ് ദഅവത്ത് വതശ്മീതുൽ ആതിസ്. ഈ 5 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം വകവെച്ചു കൊടുക്കേണ്ട ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ റദ്ദുസ്സലാം വഇയാദത്തുൽ മരീദ് വത്തിബാഉൽ ജനായിസ് വഇജാബത്തുദ് ദഅവ വതശ്മീതുൽ ആതിസ്. ബുദ്ധിമുട്ടുള്ള ഹദീസാണോ? നമുക്ക് മൊത്തത്തിൽ റമദാനിൽ 24 ഹദീസ് മനപ്പാടാക്കാൻ ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ ഒരു കലണ്ടർ ഉണ്ടാക്കുന്നുണ്ട് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു റമദാൻ ഡയറി. നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഖുർആനോത്ത് മുതൽ പിന്നെ തഹജ്ജുദ് നിസ്കാരം മുതൽ ഫജ്ർ, അതിൻ്റെ തറാവീഹ്, റവാത്തിബ് സുന്ന, അതെ ഫജ്റും റവാത്തിബ് പ്രയറും, ഫജ്റിന് മുമ്പുള്ള സുന്നത്ത്, ഒരു ജുസ് ഒരു ദിവസം ഖുർആൻ ഓതുന്ന ഒരു ജുസ് ഓതുക, റിസൈറ്റ് സൂറ യാസീൻ ഒരു ദിവസം ഓതുന്നുണ്ടോ, റമളാൻ്റെ ദിക്ർ ഉണ്ടല്ലോ, ഓരോ ദിക്റും 101 പ്രാവശ്യം, ഇസ്തിഗ്ഫാർ 301 തവണ, ഹബീബിൻ്റെ മേൽ സ്വലാത്ത് 313, തഹ്ലീൽ 301, ദുഹാ നിസ്കാരം 2 റക്അത്തോ 4 റക്അത്തോ, ദുഹറിൻ്റെ കൂടെയുള്ള സുന്നത്തുകളും, അസറിൻ്റെ സുന്നത്തും, മഗ്രിബിൻ്റെ സുന്നത്തും, പിന്നെ സ്വലാത്തുൽ അവ്വാബീൻ മഗ്രിബിൻ്റെ ശേഷമുള്ള 2 റക്അത്തോ അല്ലെങ്കിൽ 6 റക്അത്തോ നിസ്കരിക്കുന്നു, പിന്നെ സൂറ യാസീൻ രാത്രിയിലെ ദുഹാൻ സൂറത്ത്, സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും ഓതുന്നുണ്ടോ, ഇഷാദ്, റവാത്തിബ്, തറാവീഹ്, വിത്രൊക്കെ, പിന്നെ ഖുർആൻ ഖത്മിന് വേണ്ടി 2 ഖത്തമാകൂല, അപ്പം രാത്രി ഒരു ജുസും കൂടെ അല്ലേ, ഹദ്ദാദ് റാത്തീബ്, തസ്ബീഹ് നിസ്കാരം, എല്ലാ രാത്രിയിലും തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ വുളൂവിൻ്റെ ദിക്റുകളും നമുക്കിതിൽ എത്ര, അതുപോലെ ഹൈ എൻഡ് ടാർഗറ്റ് മുന്നിൽ വെച്ചിട്ടുള്ളത്. കാരണം അത് ചെറിയൊരു ലെവലിലൊക്കെ നമുക്കൊക്കെ പറ്റുമായിരിക്കും. ഇതിന് കുറച്ച് സമയം നമ്മൾ റമദാൻ, ഒരു പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് 2 മണിക്കൂറൊക്കെ ചിലവഴിച്ചാൽ മതിയോ അല്ലേ? പകൽ ഫ്രീ ആണ്, അതുകൊണ്ട് രാത്രിയാണ് മുഴുവൻ ടാസ്ക് കൊടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊരു നല്ല കാര്യമാണ്, ഒന്ന് ടിക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമുക്ക് നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരവസരമാണ്. 24 ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ കോപ്പിയും അതൊക്കെ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യുക, മനഃപ്പാടമാക്കുക. ഹദീസ് നമ്മളൊരു 40 ഹദീസ് മനഃപ്പാടമാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്. ഒരു ഹാ മിസ്സാണല്ലോ മുഞ്ഞേ, ബിൽ മകാരിഹി, അത് പ്രിന്റ് മിസ്റ്റേക്ക് ആണത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. നരകത്തെ മൂടി വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആ ആഗ്രഹങ്ങളെ കൊണ്ടാണ് നരകം മൂടിയിട്ടുള്ളത്. ഒരു ഗിഫ്റ്റ് മൂടി വെച്ചു എന്ന് പറയില്ലേ, ആ ഗിഫ്റ്റ് തുറക്കണമെങ്കിൽ എന്തിനാ, മൂടി പൊട്ടിക്കണ്ടേ, കവർ പൊട്ടിക്കണ്ടേ എന്ന പോലെ നരകമെന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു മനുഷ്യൻ തുറക്കുന്നത് ഷഹവാത്തുകൾ ചെയ്തിട്ടാണ്. ശരീരത്തിന് ഇഷ്ടമുള്ളത് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ശരീരത്തിന് ഇഷ്ടമാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നരകം കിട്ടും. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, അള്ളാഹുവിൻ്റെ സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത് ബിൽ മകാരിഹ്, സ്വമേധയാ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കൊണ്ടാണ്. അപ്പോൾ സുബഹിക്ക് നല്ല ഉറക്കം വരുന്ന സമയമാണ്, നമ്മുടെ ബോഡിക്ക് ഇഷ്ടമല്ല ആ നേരത്തെ എഴുന്നേൽക്കുന്നത്, അതുകൊണ്ടാണ് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ മകാരിഹ് എന്ന് പറയാ. സ്വമേധയാ ഇപ്പം ഉളു എടുക്കണം, തണുപ്പ് തോന്നുന്നുണ്ട്, ആ സമയത്ത് വെള്ളം ദേഹത്താവാൻ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നും. നല്ല വിശക്കുന്നുണ്ട്, ആ വിശക്കുന്ന സമയത്ത് നല്ല റെസ്റ്റോറൻറ്റ് മുമ്പിലൂടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നവർക്ക്, ഭക്ഷണപ്രിയമുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതൊരു മക്കാരിഹാണ്. അപ്പം നോമ്പ് അവർക്ക് വലിയ ഭാരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ്, ശരീരത്തിന് വെറുക്കപ്പെടുന്നത്. മറ്റേത് ശരീരത്തിന് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് വെറുപ്പാണ്. ആ കാര്യങ്ങൾ ചെയ്താൽ നരകം തുറക്കാൻ പറ്റും. ശരീരത്തിന് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നരകം മൂടപ്പെട്ടത് ശരീരത്തിൻ്റെ ഇച്ഛകളെ കൊണ്ടാണ്, ആഗ്രഹങ്ങളെ കൊണ്ടാണ്. പിന്നെ
ജന്നത്ത് സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത് സ്വമേധയാ നമ്മുടെ ശരീരത്തിന് വെറുപ്പ് തോന്നുന്ന നന്മകളെ കൊണ്ടാണ്. നന്മയാണ്, പക്ഷെ നമുക്ക് വെറുപ്പായിട്ട് തോന്നും. മക്കാരെ عن أبي هريرة شليكوا عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال حجبت النار بالشهوات وحجبت الجنة بالمكاره. അവിടെ ഹ വിട്ടുപോയതാണ്. മക്രൂഹ് എന്നൊക്കെ പറയില്ലേ, അതിൽപ്പെട്ടതാണ്. ടൈപ്പിംഗ് എററാണ്. ഇസ്ലാമിക് സെന്ററിൻ്റെ റിലീജിയസ് സെക്രട്ടറി ഇസ്ഹാഖ് നദവി ഉസ്താദിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ എരുമേലി എന്നിവർ ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇസ്ഹാഖ് നദവി ഉസ്താദിൻ്റെ ഉപ്പാക്ക് അബ്ദുറഹ്മാൻ എരുമേലി എന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ അള്ളാഹു അവരെയും നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു മഗ്ഫിർ ലഹു വറഹ്മഹു വആഫിഹി വഅഫു അൻഹു. ഇവിടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു ഹദീസ് വെച്ചിട്ട് നിങ്ങൾ മനപ്പാടാക്കുകയാണെങ്കിൽ മുഹമ്മദ് തരുന്ന ഈ പ്രിൻ്റ് ഔട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് ഹദീസ് മനപ്പാടാക്കലും കൂലിയുള്ള കാര്യമാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞ ഇസ്ഹാഖ് നദി ഉസ്താദ് നമ്മുടെ ഈ റിലീജിയസ് ഈ ക്ലാസ്സൊക്കെ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഇന്ന് മരണപ്പെട്ടത്. പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയവർക്ക് ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പഠനവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും മറ്റ് ശൈതാനിയായ ഷറുകളൊക്കെ ഉണ്ട്, അത് ഒഴിവാകാനും റാഹത്തിനും വേണ്ടി ദുആ ചെയ്യണം. നൗഷാദിൻ്റെ അളിയന് സർജറി കഴിഞ്ഞ് ചികിത്സയിലാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. സദസ്സിലുള്ള ഒരു സഹോദരി കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി കുട്ടികളായിട്ടില്ല, സ്വാലിഹ്യങ്ങളായ മക്കളെ എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. മൈഷത്തിൻ്റെ വിഷയങ്ങളെല്ലാം എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് പൂർത്തിയാനും ദുആ ചെയ്യണം. ഭാര്യയുടെ ഊരയുടെ ഡിസ്ക് ഞരമ്പ് കുടുങ്ങിയിട്ട് 7 വർഷമായി വേദനയും ബുദ്ധിമുട്ടുമായിട്ട് മാറിക്കിട്ടാൻ ദുആ ചെയ്യണം. അവർക്ക് ബ്ലഡിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മജ്ജ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സഹോദരിക്ക് 24 വയസ്സ് മാത്രമാണുള്ളത്, പ്രത്യേകം ദുആ ചെയ്യാൻ. അഷറഫിൻ്റെ ഉമ്മ നമ്മുടെ സദസ്സിലുണ്ട്, പ്രത്യേകം ഷിഫാനും ആഫിയത്തിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വയറിൽ അൾസറുണ്ട്, ഷിഫാന് ദുആ ചെയ്യാൻ. സ്വാലിഹായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. സദസ്സിലുള്ള മകൻ നാളെ ഒരു പരീക്ഷ നേരിടുന്നുണ്ട്, എളുപ്പമാവാനും നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഉപ്പ ക്യാൻസർ രോഗിയാണ്, ആക്സിഡൻറ്റ് പറ്റി കൈമുറിഞ്ഞ് ഓപ്പറേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്, ഷിഫാന് ദുആ ചെയ്യാൻ. ജോലി നിലനിർത്തി കിട്ടുവാനും ശമ്പളം മുടങ്ങാതെ ലഭിക്കാനും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാം. ആഖിബത്ത് നന്നായി മരിക്കാൻ, കടം വീടാൻ ദുആ ചെയ്യാൻ. മരുമകൻ്റെ വയറിൻ്റെ അസുഖം മാറാനും വിസ ശരിയാവാനും വേണ്ടി ദുആ ചെയ്യണം. പെങ്ങളുടെ അസുഖം ഷിഫാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഉമ്മയുടെ കണ്ണിന് കാഴ്ച കുറയുന്നു, ഷിഫാന് ദുആ ചെയ്യാൻ. ഓട്ടിസം ബാധിച്ച ഒരു മകൻ്റെ ഷിഫാന് വേണ്ടി ദുആ ചെയ്യാൻ. അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രത്യേക ദുആ ചെയ്യണം. മരണപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്ക് ദുആ ചെയ്യാൻ. റമദാനിന് ശേഷം മകളുടെ വിവാഹം നടക്കുകയാണ്, റാഹത്തും സന്തോഷമായും നല്ല കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. സുഹൃത്തിൻ്റെ ഭാര്യ 1.5 മാസമായി കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റൽ ICUവിലാണ്, ഷിഫായിന് പ്രത്യേകം ദുആ ചെയ്യണം. അളിയൻ സുഖമില്ലാതെ വീട്ടിൽ ചികിത്സയാണ്, ദുആ ചെയ്യാൻ. മാതാവിൻ്റെ അസുഖം ഷിഫാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. അമ്മായിയുമ്മയുടെയും രണ്ടുപേരുടെയും അസുഖം ഷിഫാൻ വേണ്ടിയിട്ട്. ഉപ്പയുടെ കിഡ്നി സംബന്ധമായ അസുഖം ഷിഫാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ റമദാനിൽ ഇബാദത്തിന് തടസ്സമില്ലാതിരിക്കാനും റാഹത്തിനും സന്തോഷത്തോടു കൂടി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ദുആ ചെയ്യാൻ. ഹാഫിളായ ചെറുപ്പക്കാരൻ തലവേദന കാരണം തിരുവനന്തപുരം ഹോസ്പിറ്റലാണ്, ദുആ ചെയ്യാൻ. ഉമ്മയുടെ മുട്ടുവേദന മാറിക്കിട്ടാൻ വേണ്ടി. ഉമ്മയുടെ പിത്തത്തിൽ കല്ലാണ്, ഓപ്പറേഷൻ കൂടാതെ ഷിഫാൻ വേണ്ടി. അടുത്ത വർഷം ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖിനായി ദുആ ചെയ്യണം. വീട് പണി തുടങ്ങി പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഒരു സ്ത്രീ ഭർത്താവ് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു, ഭർത്താവിൻ്റെ ബുദ്ധിയൊക്കെ ശരിയായി സന്തോഷത്തിലാൻ വേണ്ടി. 7 വർഷമായി ജയിലിലായൊരു സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. പുതിയ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഉസ്താദ് ഇപ്പം പറഞ്ഞ ചാർട്ട് ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു തരാം. നമ്മളതിൻ്റെ ഒരു ഓർഡറിലാണ് ചെയ്തിട്ടുള്ളത്. തഹജ്ജുദ് നിസ്കാരം മുതൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ ഉടനെ തഹജ്ജുദ് നിസ്കരിക്കാൻ 2 എന്നുള്ളത് 4 ടാർഗറ്റ് ചെയ്യുക, 2ഓ 4ഓ. പിന്നെ അവിടെ ഒരു ഹാഫ് ജുസ് ഓതാൻ വേണ്ടി സമയം കണ്ടെത്തുക. പിന്നീടാണ് ഫജ്ർ സുബഹി നിസ്കാരം റവാത്തിബോട് കൂടി. പിന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു ജുസ് ഓതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സൂര്യൻ ഉദിക്കുന്നവരെയുള്ള ഇബാദത്തിലായി കഴിഞ്ഞുകൂടാനും ഹജ്ജ് ഉംറ ചെയ്യാനുള്ള കൂലിയൊക്കെ കിട്ടാനുള്ള ഒരു അവസരമാണ് അവിടെ. പിന്നെ രാവിലെ
സൂറത്ത് യാസീൻ രാവിലെ സുന്നത്തിൻ്റെ ദുആ ചെയ്യാൻ പ്രത്യേകം ഓതാൻ വേണ്ടിയിട്ട്. പിന്നെ റമദാനിലെ ദിക്റ് ഓരോ 10 പ്രത്യേക ദിക്റും അതോടൊപ്പം തന്നെ ആ 4 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അത് 101 പ്രാവശ്യം ഡെയിലി ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് റമദാൻ കഴിയുമ്പോഴേക്ക് ചുരുങ്ങിയത് ഒരു 3000 പ്രാവശ്യം കിട്ടും. ആ ദുആക്കെ വർദ്ധിപ്പിക്കണം എന്നല്ല. പിന്നെ ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, പിന്നെ ളുഹാ നിസ്കാരം, മറ്റു കാര്യങ്ങളൊക്കെ അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അറ്റൻഷൻ ഉണ്ടാവണം. പ്രത്യേകം നമ്മളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. പിന്നെ തസ്ബീഹ് നിസ്കാരം സാധിക്കുന്നവർ ദിവസവും ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിലെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഹദീസ് പ്രത്യേകം 24 ഹദീസാണ് നമ്മൾ ഇതുവരെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ ഹദീസ് നമ്മൾ ഓരോ ഹദീസ് ഒരു ദിവസം പഠിച്ചാൽ തന്നെ 24 നോമ്പാകുമ്പോഴേക്കും നമുക്ക് 24 ഹദീസ് മനപ്പാടമാക്കാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ ആകുമ്പോൾ എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ എപ്പോഴും ഓർമ്മ വരുന്നൊരു സമയം റമദാനായിരിക്കും. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്നത്, സക്കാത്ത് നിർബന്ധമാകുന്നത് സക്കാത്തിൻ്റെ മൂല്യം നമ്മുടെ കയ്യിലെത്തി 1 വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. പൂർത്തിയാവാൻ പോകുന്നുള്ളൂ, നേരത്തെ കൊടുക്കാം, അതിനൊന്നും പ്രയാസമില്ല. സാധാരണഗതിയിൽ നമ്മുടെ കറൻസികളൊക്കെ ഗോൾഡ് എന്നെ ബന്ധപ്പെടുത്തി ആണ് സാധാരണ ഗണിക്കപ്പെടാറുള്ളത്. പക്ഷേ സക്കാത്തിൻ്റെ വിഷയത്തിൽ വെള്ളിയുടെ കണക്ക് നമ്മുടെ കയ്യിലെത്തിയാലും നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. വെള്ളി എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ മൂല്യം, ആ പൈസ നമ്മൾ ഒരു അസറ്റായിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച് 1 കൊല്ലം പൂർത്തിയായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന് 3.88 ദിർഹമാണ് ഇന്നത്തെ വാല്യൂ. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2308 ദിർഹമാണ് വരിക. 2308 ദിർഹം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ കണക്ക് പ്രകാരം 54,862 രൂപ. അത് ഏകദേശം ഒരു 54,000 രൂപ, വെറും 54,000 ഇന്ത്യൻ റുപ്പീസ് നമ്മുടെ കയ്യിലെ അസറ്റായിട്ട് നമ്മൾ 1 കൊല്ലം സൂക്ഷിച്ചു വെച്ചു. കടം വീട്ടാൻ വേണ്ടി എടുത്തു വെച്ചതല്ല, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചതല്ല. നമ്മളൊരു അസറ്റായിട്ട്, നമ്മുടെ ഒരു വരുമാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചു. 54,862 ഇന്നത്തെ വാല്യൂ. ഏകദേശം ഒരു റൗണ്ട് ചെയ്യുമ്പോൾ 84,000 എന്ന് കൂട്ടിക്കോളൂ. അതിൻ്റെ 2.5% സക്കാത്താണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും സക്കാത്തിന് അർഹതയുള്ള കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. സക്കാത്തിൻ്റെ അവകാശികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പഠിച്ച നമ്പുരാൻ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. കാരുണ്യവാനായ ഉടമസ്ഥനായ അല്ലാഹുവേ ശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ശഅബാന വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന റമദാനിലേക്ക് ഞങ്ങളെ നീ സജ്ജമാക്കി തരണേ പടച്ചവനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ കറകളെയും ദുഷിച്ച സ്വഭാവങ്ങളെയും നിനക്കിഷ്ടമില്ലാത്ത ചിന്തകളൊക്കെ ഞങ്ങളുടെ കൽബിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് മായ്ച്ചു തന്ന് തലസ്ഥാനത്ത് നിന്നോടും ഹബീബിനോടും ദീനിനോടുമുള്ള മഹബത്ത് നിറച്ചു തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുമായി അടുപ്പമുള്ളവർ, ദുആ വസിയത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. കഴിഞ്ഞ തിങ്കളാഴ്ച ദുബൈയിൽ നിന്നും മരണപ്പെട്ട കാഞ്ഞങ്ങാട് പാറപ്പള്ളിയിലെ ഖദീജ ഹജ്ജുമ്മ, അവർക്ക് ദുആയിരക്കാൻ വസിയത്തുണ്ടായിരുന്നു. അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ വായിച്ചവരും അല്ലാത്തവരുമായ മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹുവേ മുഅ്മിനാത്തുകൾക്ക് സ്വർഗീയ സുഖം നൽകണേ റബ്ബേ. രോഗികൾക്ക് നീ ശമനം നൽകണേ റബ്ബേ. പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ റബ്ബേ. എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഉന്നത വിജയം അല്ലാഹുവേ നീ നൽകണേ പടച്ചവനെ. എല്ലാ തരത്തിലുമുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ദുഷിച്ച കൂട്ടുകെട്ടിൽ നീ കാക്കണേ പടച്ചവനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഈ സദസ്സിനെ നീ കബൂലാക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, ദുആയിരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരും കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. നീ തന്ന മക്കളിൽ നീ കൺകുളിർമയെ കാണിക്കണം.